റെഡ് കാർപ്പറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ ARMലെ പാട്ട് പാടി വൈറലായ കുഞ്ഞാറ്റയുടെ വീട്ടിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾക്കായി കുഞ്ഞാറ്റയെ വിളിക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കുഞ്ഞാറ്റയ്ക്ക് ഒരു കൺഗ്രാജുലേഷൻസ് പറയുവാണ്. എന്താണ് ഇപ്പോൾ എന്തൊക്കെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പാട്ടൊക്കെ പാടി 7 മില്യൺ വ്യൂസ് ഒക്കെ ആയി. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ലൈക്ക് തന്നെ ഇപ്പൊ 2 മില്യൺസ് ആവാറായി. അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, നാട്ടുകാരും എല്ലാവരും കൂടുതൽ സപ്പോർട്ട് തന്നെയാണ് തന്നത്. പിന്നെ ഹാപ്പി തന്നെയാണ്. അത് എവിടെ വെച്ചാണ് ആ പാട്ടൊന്ന് പാടിയത് കുഞ്ഞാറ്റ? ഞാൻ എന്താണ് ഫസ്റ്റ് എൻ്റെ അവിടെ ഒരു പറമ്പുണ്ട്. അവിടെ എൻ്റെ ഒരു കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഇത് പാടുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം ഞാൻ പാടി. എല്ലാവരും നിർബന്ധിച്ചിട്ടാണ് ഞാൻ പാടിയത്. എനിക്ക് ആ സമയത്ത് വയ്യായിരുന്നു. അപ്പം എൻ്റെ ഒരു ചിറ്റ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പിറ്റേ ദിവസം പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ട് ഞാൻ പാടി. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ആദിൽ ബഷീർ എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട്. പുള്ളിക്കാരനാണ് ഈ വീഡിയോ പിടിച്ചിട്ട് ഇൻസ്റ്റയിൽ ഇട്ടത്. കുഞ്ഞാറ്റ കൂടെ ഒരാളുണ്ടായല്ലോ, അതാരായിരുന്നു? കൂടെ സപ്പോർട്ട് ചെയ്യാനും താളം പിടിക്കാനും ഒക്കെ നിന്നതൊരാൾ? അതിൻ്റെ അപ്പൂപ്പൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ കമൻറ്റിൽ എല്ലാവരും പറയണത് അച്ഛനാണെന്നാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് കുഞ്ഞാറ്റിയുടെ അച്ഛനാണോ കൂടെ നിൽക്കുന്നത്? അതെ. എൻ്റെ അപ്പൂപ്പൻ്റെ കൂട്ടുകാരനാണ്. ചിന്നൻ എന്നാണ് പേര്. പുള്ളിക്കാരൻ എല്ലാത്തിലും കൂടുതൽ സപ്പോർട്ട് തന്നെയാണ് തന്നത്. എങ്ങനെയാ വീട്ടിൽ നിൽക്കുമ്പോൾ പാട്ടൊക്കെ എപ്പോഴും പാടാറുണ്ടോ? പ്രാക്ടീസിങ് ഉണ്ടോ? പ്രാക്ടീസിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ സിന്ധു എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്. പുള്ളിക്കാരി വരുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തോ ഒരു പരിപാടിക്കായിട്ട് ഇപ്പോൾ പുള്ളിക്കാരി വരണ കുറച്ചായിട്ട് നിർത്തിയായിരുന്നു. അപ്പോൾ സിന്ധു എന്ന് പറഞ്ഞ ഒരു ടീച്ചറാണ് എന്നെ ഈ ഒരു നിലയിലെത്തിച്ചത്. അങ്ങനെ സിന്ധു ടീച്ചറിനും കൂടുതൽ താങ്ക് യു പറയാണ്. എങ്ങനെയാ ഫങ്ഷൻസിനൊക്കെ എപ്പോഴും പോയി പാടാറുണ്ടോ? ഫങ്ഷൻ ഉള്ളപ്പോഴൊക്കെ? പാടാറൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഫങ്ഷന് പോകുമ്പോഴും ഓരോ ആൾക്കാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, കുഞ്ഞാറ്റ ഒരു പാട്ട് പാട്, അങ്ങനെ. അപ്പോൾ ഞാൻ പാട്ടും പാടിക്കൊടുക്കും. കുഞ്ഞാറ്റയ്ക്ക് വേറൊരു കാര്യം ഓർമ്മയുണ്ടോ? 5 വർഷം മുമ്പ് നമ്മൾ റെഡ് കാർപ്പറ്റ് ചാനലിൽ നിന്ന് കുഞ്ഞാറ്റ ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നായിരുന്നു. അന്ന് കുഞ്ഞാറ്റയ്ക്ക് ഏകദേശം ഒരു 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ബാലിട്ട മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാലിട്ട മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നിറനെല്ലി നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി, നിറനെല്ലി നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. അന്നത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഇപ്പോൾ പറഞ്ഞു തരാമോ? അന്നും എങ്ങനെ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്കൊന്നുമില്ല. അന്ന് പാടിയ പാട്ട് ഏതെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അത് നാടൻ പാട്ടായിരുന്നു കൂടുതലായിട്ട് പാടിയിച്ചത്. ഈ പരുന്തിൻ്റെ പാട്ട് കണ്ട കണ്ട മാനത്ത് കണ്ട അത് പാടിയായിരുന്നു. പിന്നെ ആര്യ നെല്ലിൻ്റെ അത് പാടി. പിന്നെ പാലവും പാലവും പാടി. അങ്ങനെ കുറേ പാട്ടൊക്കെ പാടി. അന്നൊന്നും പക്ഷേ കുഞ്ഞാറ്റ ഇത്രയും ഫേമസ് അല്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ARMലെ പാട്ട് പാടിയാണ് കുഞ്ഞാറ്റ ഇത്രയും ഫേമസ് ആയത്. അതിനെപ്പറ്റി കുഞ്ഞാറ്റയ്ക്ക് എന്താണ് പറയാനുള്ളത്? അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു ഹാപ്പി അങ്ങനെയൊന്നുമില്ല. എനിക്കങ്ങനെ പറയാനായിട്ട് അങ്ങനെ ഇതൊന്നുമില്ല. പാട്ടൊക്കെ കേട്ടിട്ട് എല്ലാവരും എന്താ അഭിപ്രായം പറഞ്ഞ്? എല്ലാവരും അടിപൊളിയാണ് പാടിയേക്കണത്, ഇനിയും നന്നായിട്ട് ഇനിയും സ്റ്റാർ ആവണം, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയണത് ആൾക്കാർ. അങ്ങനെ ക്ലാസ്സിലെ ഫ്രണ്ട്സൊക്കെ എങ്ങനെ സപ്പോർട്ടാണോ? ഫ്രണ്ട്സ്, ഇവിടെയുള്ള നാട്ടുകാർ എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ ഞാൻ സ്കൂളിൽ പാടും. അപ്പോൾ ബോയ്സൊക്കെ കൊട്ടും ബെഞ്ചിലിട്ട്. ഫ്രീ പീരീഡിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പം അങ്ങനെയൊക്കെ. ഈ പാട്ട് കേട്ടിട്ട് മിസ് എന്താ പറഞ്ഞത്? കുഞ്ഞാറ്റയുടെ ഫേവറേറ്റ് മിസ്? ഫേവറേറ്റ് മിസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് പാടി, ഇനിയും നന്നായിട്ട് സ്റ്റാർ ആവാൻ പറ്റണം, അടിപൊളിയായിട്ട് പാടിയിട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ കുഞ്ഞാറ്റയെ മോളെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ നമുക്ക്?
എന്നെ പറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അച്ഛൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, അമ്മയുടെ പേര് രജിത RS. ഞാൻ പഠിക്കുന്ന സ്കൂളെന്ന് പറഞ്ഞാൽ കേന്ദ്രീയ വിദ്യാലയ പോർട്ട് ട്രസ്റ്റ് കൊച്ചി. എൻ്റെ സ്ഥലം എഴുവന്നം കുമ്പളങ്ങി. അപ്പം എറണാകുളത്താണ് ഞാൻ പഠിക്കണത്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പം 5ലാണ്. അപ്പോൾ എത്രാം ക്ലാസ് തൊട്ട് കുഞ്ഞാറ്റ പാട്ട് പാടുമായിരുന്നു? അംഗനവാടിക്കൊക്കെ മുന്നേ തുടങ്ങായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ. കുഞ്ഞാറ്റക്കാര സഹോദരനോ സഹോദരിയോ കൂടെയുള്ളത്? എനിക്ക് സഹോദരനാണ്, പേര് അനന്തകൃഷ്ണൻ, കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സിലാണ് പഠിക്കുന്നത്. അനന്തകൃഷ്ണൻ എങ്ങനെയാണ് പാട്ടൊക്കെ പാടുമോ? പാടും, നന്നായിട്ട് പാടും. രണ്ടുപേരും കൂടിയാണോ പാട്ടൊക്കെ പാടാറ് വീട്ടിൽ? എന്താണ് അനന്തു ചേട്ട എന്താണ് ഈ കൊട്ടും ഞാൻ പാടും, ഒരുമിച്ചൊക്കെ പാടിയിട്ട് കൊട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട്. അച്ഛനും അമ്മയൊക്കെ ജോലിയോ? അച്ഛൻ്റെ ജോലി KCBയിലെ ഓവർസിയറാണ്. അമ്മ ടീച്ചറാണ്, TD സ്കൂളിലെ തുറവൂർ TD സ്കൂളിലെ ടീച്ചറുമാണ്. അച്ഛനാണോ അമ്മയോടോ കൂടുതൽ പാട്ട് പാടാൻ സപ്പോർട്ട്? 2 പേരും ഒരേ രീതിയിലാണ് സപ്പോർട്ട്. പിന്നെ ചേട്ടനും വീട്ടുകാരെല്ലാവരും. അമ്മയെപ്പോലെ ടീച്ചർ ആവാനാണോ അതോ ആഗ്രഹം, അല്ലെങ്കിൽ പാട്ടുകാരി ആവാനാണോ ആഗ്രഹം? പാട്ടുകാരി തന്നെയാണ് ആഗ്രഹം. കുഞ്ഞാറ്റ, ഇപ്പോൾ ഈ വീഡിയോ വൈറലായല്ലോ, അപ്പോൾ ഏതൊക്കെ സെലിബ്രിറ്റീസാണ് കമൻറ്റ് ഇടുകയും വിളിക്കുകയും ഒക്കെ ചെയ്തത്? സുരഭി ലക്ഷ്മി മാഡം വിളിച്ചായിരുന്നു. അപ്പോൾ പടം കണ്ടാന്നൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ സിനിമയുടെ ഡയറക്ടർ എന്താണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സുരഭി ലക്ഷ്മി മാഡം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ സാറ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. AR മൂവിയിലെ പടത്തിൻ്റെ വില്ലൻ്റെ സാറ് ഇട്ടിട്ടുണ്ടായിരുന്നു കമൻറ്റ്. പിന്നെ കുറേ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെ AR മൂവി കണ്ടോ പോയിട്ട്? കണ്ടു. ടൊവിനോ ഏത് ടൊവിനോയാണ് ഇഷ്ടപ്പെട്ടത്? അച്ഛനായി അഭിനയിച്ചാണോ മകനായി അഭിനയിച്ച ടൊവിനോയാണോ ഇഷ്ടമായത്? എനിക്ക് മകനായി അഭിനയിച്ച ടൊവിനോയാണ് ഇഷ്ടത്. ഇഷ്ടപ്പെട്ട ഗായിക ആരാ? അങ്ങനെ ചോദിച്ചാൽ കുറേ പേരുണ്ട്. ചിത്ര ചേച്ചിയുണ്ട്, വൈക്കം വിജയലക്ഷ്മിയുണ്ട്, ഉണ്ട്. ഇനി ഭാവിയിലേക്കുള്ള മ്യൂസിക് എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യാനാണോ? അതെ, കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ്. സിനിമയിൽ പാടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സിനിമയിൽ പാടണമെന്ന് ആഗ്രഹമുണ്ട്. അതെ. പാട്ട് പഠിക്കുന്നില്ലേ മോള്? അതെ, പഠിക്കുന്നുണ്ട്. മോളുടെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാ? ഫ്രണ്ട്സ് എല്ലാത്തിനും കട്ട സപ്പോർട്ടാണ്. ഫ്രണ്ട്സൊക്കെ എല്ലാവരും പാട്ടൊക്കെ പാടുമോ കൂടെ? പാടും. ബെസ്റ്റ് ഫ്രണ്ട് ആരാ? അതായത് ഏറ്റവും ക്ലോസ് ഫ്രണ്ട്? പേര് തിങ്കൾ പത്മസൂര്യ. ആളിപ്പോൾ എവിടെയാ? ആളിപ്പോൾ ഞങ്ങളുടെ സ്കൂളിലായിരുന്നു, ഇപ്പോൾ ഡൽഹിയിലാണ്. സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ. ഈ പാട്ട് വൈറലായിട്ട് തിങ്കൾ വിളിച്ചായിരുന്നോ? പിന്നെ തിങ്കൾ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചു, വിളിച്ചു, പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ ക്ലാസ്സിലുള്ള? ബോയ്സിൽ ദർശിത്ത്, നമൻ, അഭിനവ് കൃഷ്ണ, അഭിനവ് S, അഭിറാമീസ്. അവർ 2 ട്വിൻസാണ്. പിന്നെ അഹൽ ഷിജു, അബ്രാം റോയ്, സേവിയർ, അങ്ങനെ കുറേ പേരുണ്ട്. ഗേളിൽ നേതിക, ശ്രേയ. തിങ്കളാണ് അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? തിങ്കളോടാണോ അപ്പോൾ പാട്ടൊക്കെ പാടി കേൾപ്പിക്കാറുള്ളത്? അതെ, തിങ്കളും പാടും, ഞാനും പാടും, ശ്രേയയും നേതിക എല്ലാവരും പാടും. അപ്പോൾ കുഞ്ഞാറ്റയുടെ ഫ്രണ്ട്സിനെല്ലാവരും ഒരു ഹായ്. താങ്ക് യു. ഇത് കേട്ട് ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടർ മോളെ വിളിക്കട്ടെ. മോളുടെ ആഗ്രഹം പോലെ സിനിമയിൽ എല്ലാത്തിലും പാട്ടോടെ നന്നായി വരും. പാട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യണം. എപ്പോഴും പാട്ടൊക്കെ പാടി ഇതുപോലെ വീഡിയോസൊക്കെ ഇടണം എടുത്ത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ സൈൻഡ് ബൈ കൃഷ്ണ. ബൈ ബൈ.